ethical issues in international business ആണ് പറയുന്നത്. Business ethics refers to the accepted principles of right or wrong that govern the conduct or actions of an organization. It means a moral code applicable to business. Ethics is a vital factor in the success of every business. The identity of each business, the public image, largely affected on the behavior of a company, and business ethics determines the behavior. അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഏത് രീതിയിൽ വേണമെന്ന്, റൈറ്റ് ഓർ റോങ്, റൈറ്റ് ഏതാണ് റോങ് ഏതാണ്, ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതും ഏതാണ്, അതിന് പ്രത്യേകമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്, റൂൾസ് ഉണ്ട് ബിസിനസ്സിൽ. അതിനെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. കള്ളത്തരങ്ങൾ കാണിക്കാൻ പാടില്ല, ജെന്യുവിനായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്തിനുണ്ട് ബിസിനസ് എത്തിക്സ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു മോറൽ കോഡായിട്ടാണ് പറഞ്ഞത്. ബിസിനസ് എല്ലാവരും പൊതുവായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ മോറൽ കോഡാണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്ത് എത്തിക്സ് നിർബന്ധമാണ്. ഒരു എത്തിക്സ് ഉണ്ടായിരിക്കുക, അല്ലെ, നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കുക, എന്ത് ജോലിയായിട്ടും അതിനൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കുക, അതിനാണ് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഐഡൻറ്റിറ്റി ഓഫ് ഈച്ച് ബിസിനസ്, ഓരോ ബിസിനസ്സിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, വ്യക്തിത്വം എന്ന് പറയുന്നത്, പബ്ലിക് ഇമേജ് അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, കമ്പനിയുടെ ബിഹേവിയർ എങ്ങനെയാണ്, പിന്നെ ബിസിനസ് എത്തിക്സ് എങ്ങനെയാണ്, അതാണ് ഡിറ്റർമിൻ ചെയ്യണത് ബിഹേവിയർ. ആ കമ്പനിയുടെ സ്വഭാവം എന്താണ്, പറ്റിക്കൽസ് ആണ് അല്ലാത്തതാണ്, ജെനുവിൻ പ്രൊഡക്റ്റ് ആണോ നൽകുന്നത് അല്ലാത്തതാണ്, എന്താണ് അതിൻ്റെ ആറ്റിറ്റ്യൂഡ്, അതിനെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. Ethics in international business means a moral code that is applicable around the world. It is often described as a function of differences in business practices across globe due to difference in economic development, politics, legal system and culture. Some business practices in one country may be unethical in another country. അപ്പോൾ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലൊരു മോറൽ കോഡാണ്. അത് ലോകത്തിന് ആകമാനം ഫോളോ ചെയ്യുന്ന ഒരു കോഡായിട്ടാണ് പറയുന്നത്. അതായിരിക്കും ഇന്റർനാഷണൽ ബിസിനസ്സിൽ അലൗ ചെയ്യേണ്ടത്. പിന്നെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പല തരത്തിലുള്ള ബിസിനസ് പ്രാക്ടീസസ് ലോകത്തിൽ എല്ലായിടത്തും നടത്തേണ്ടത്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് വരുന്നതും പല രീതിക്കാണ്. അത് പൊളിറ്റിക്കൽ, ലീഗൽ സിസ്റ്റം ആൻഡ് കൾച്ചർ, ഇതെല്ലാനും എന്താണ് വ്യത്യസ്തമായിട്ടുള്ളതാണ്, അല്ലേ. ഒരു രാജ്യത്തെ ബിസിനസ് പ്രാക്ടീസ് മറ്റൊരു രാജ്യത്ത് എന്തായിരിക്കും, അൺഎത്തിക്കലായിരിക്കും, അവിടുത്തെ രാജ്യം ഫോളോ ചെയ്യുന്ന രീതി ആയിരിക്കില്ല. ഇപ്പം നമ്മുടെ രാജ്യത്ത് മയക്കുമരുന്ന് കച്ചവടം നടത്താൻ പാടില്ല, വിൽക്കാനോ സൂക്ഷിക്കാനോ. പക്ഷേ ചില രാജ്യങ്ങളിൽ എന്താണ്, അതൊരു സാധാരണ ബിസിനസ് പോലെ നടക്കുന്നതാണ്. അതാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തിന് അത് അവരുടേതായ ഒരു എത്തിക്സ് ഉണ്ട്. ബിസിനസ്സിൽ ചെയ്യാൻ പാടുള്ളത് ഏതാണ്, ചെയ്യാൻ പാടില്ലാത്തത് ഏതാണെന്നുള്ളത് ഓരോ രാജ്യങ്ങൾക്ക് അനുസരിച്ചിട്ട്, ഓരോ റീജിയൻസ് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. The sources of ethical issues in international business are employment practices, human rights, environmental issues, corruptions, obligations of MNCs, etc. There are only few universal ethics standards on many areas. Many a times, international businesses will be in ethical dilemma when there is huge differences in the ethical standards in its home country and in the host country in which it is operate. The political, economic systems of the country raises important ethical issues that have implications for the practice of international business. The ethical issues എന്ന് പറയുന്നത് എന്താണ്, പല കാര്യങ്ങളിലും ഇന്റർനാഷണൽ ബിസിനസ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പം എത്ര എംപ്ലോയീസിനെ നമ്മൾ എടുക്കണം, അവരുടെ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ എന്താണ്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്താണ്, കറപ്ഷൻസ്, MNCs ഉത്തരവാദിത്തങ്ങൾ എന്താണ്, ഇതൊക്കെ ആണ് ഇതിലേക്ക് നയിക്കുന്നത്, എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് മാത്രമാണ് എന്തുള്ളൂ, യൂണിവേഴ്സൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉള്ളൂ. ബിസിനസ്സിന് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. പല സമയത്തും എന്താണ്, ഇന്റർനാഷണൽ ബിസിനസ് വിൽ ബി എത്തിക്കൽ ഡലേമ, അതിനെന്താണ് ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ നിശ്ചിത പോയിന്റ് ഉണ്ട്, കണ്ടീഷൻ ഉണ്ട്. വെൻ ദർ ഈസ് ഹ്യൂജ് ഡിഫറൻസ് ഇൻ ദ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഹോം കൺട്രി ആൻഡ് ഇൻ ദ ഹോസ്റ്റ് കൺട്രി ഇൻ വിച്ച് ഇറ്റ് ഓപ്പറേറ്റ്സ്. അതായത് ഒരു രാജ്യം അതിൻ്റെ സ്വന്തം രാജ്യത്തുള്ള റൂളായിരിക്കില്ല
അവിടെ ഏത് രാജ്യത്താണോ അവരുടെ മാനുഫാക്ചറിങ് കമ്പനി വരുന്നത് അത് ഫോളോ ചെയ്യണത്. ചിലപ്പോൾ അവരുടെ രാജ്യത്തെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഹാംഫുൾ ആവുന്ന ആക്ടിവിറ്റി ആയിരിക്കാം അവിടെ അവരെന്ത് ചെയ്യണത് അവരുടെ ഫാക്ടറി കൊണ്ട് ഉണ്ടാവണം. പക്ഷെ അവിടെ എന്താണ് അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. The political, economic and economic system of the country raises important ethical issues that have implications for the practice of international business. പിന്നെ എന്താണ് പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് ഇക്കണോമിക് സിസ്റ്റം. ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയപരോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എന്തിൽ നോക്കേണ്ടതുണ്ട്, എത്തിക്കൽ ഇഷ്യൂസ് എങ്ങനെ വേണം അത് അപ്ലൈ ചെയ്യാനെന്ന് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നോക്കേണ്ടതുണ്ട്. രാഷ്ട്രീയപരവുമാണ് സാമ്പത്തികമായിട്ടും അതിൻ്റെ സിസ്റ്റം എന്ത് സിസ്റ്റമാണ് അവിടെ മോണിറ്ററി സിസ്റ്റം പ്രവർത്തിക്കുക, അതിനനുസരിച്ചിട്ടായിരിക്കും എത്തിക്കൽ ഏതൊക്കെ വേണമെന്ന് തീരുമാനിക്കുക. എത്തിക്കൽ ഇഷ്യൂസ് ഏത് രീതിയിലാണ് വരേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ദ മേജർ എത്തിക്കൽ ഡയലേമ വുഡ് ബി. എന്തൊക്കെയാണ് മേജർ ആയിട്ടുള്ള എത്തിക്കൽ ഇഷ്യൂസ് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പറയുന്നത് വാട്ട് ഈസ് ദ ആക്സെപ്റ്റഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾ ഇൻ്റർനാഷണൽ ബിസിനസ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള എത്തിക്സ് എന്താണെന്ന് നോക്കാം. വെദർ to follow the company's ethical code of conduct or the ethical standards of the host country. പിന്നീട് എന്താണ് നോക്കേണ്ടത്, ആ കമ്പനി ഫോളോ ചെയ്യുന്ന കോഡ് ഓഫ് കണ്ടക്റ്റ് എന്താണ്, അത് ഹോസ്റ്റ് കൺട്രിയുടെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോം കൺട്രിയുടെ അനുസരിച്ചിട്ടാണോ എന്നാണ് രണ്ടാമത് നോക്കേണ്ടത്. The international business managers face real ethical dilemmas where the appropriate course of action is not clear. For example, employing child labor. It is not ethically acceptable. Suppose a company's subsidiary is operating in a third world country suffering from poverty. The child's employment may be a source of income for a family. Hence, there are situations in which none of the available alternatives seems ethically acceptable. Financial business നോക്കണത് റിയൽ ആയിട്ടുള്ള എത്തിക്കൽ ഇഷ്യൂസ് എങ്ങനെയാണ് വേണ്ടതെന്നാണ്. അതിന് വ്യക്തമായ മാനദണ്ഡങ്ങളില്ല. ഇവിടെ എക്സാമ്പിൾ പറയണത് ചൈൽഡ് ലേബർ, ബാലവേല ചെയ്യിപ്പിക്കണം എന്താണ് എത്തിക്കലി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കമ്പനി അതിൻ്റെ സബ്സിഡിയറി ആയിട്ടുള്ള അതിൻ്റെ ബ്രാഞ്ച് വേറൊരു സ്ഥലത്ത്, അതായത് മൂന്നാം ലോക രാജ്യങ്ങളെന്ന് പറയും. അതിന് പ്രത്യേകത എന്താണ്, ലോകത്തിലെ ഏറ്റവും ദാരിദ്ര്യം ഉള്ള ഇതാണ്, അധികം ആൾക്കാർക്ക് ജോലിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവിടെ എന്താണ് കുട്ടികളടക്കം ജോലിക്ക് പോകുന്നുണ്ട്. അതൊരു കുടുംബത്തിൻ്റെ വരുമാന മാർഗമായിട്ടാണ് അവിടെ നിന്ന് ചൈൽഡ് ലേബർ കാണുന്നത്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ എന്താണ് നമ്മൾക്ക് എത്തിക്കലി ആക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യങ്ങൾ പോലും നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, അത് പ്രാവർത്തികമാക്കേണ്ടതായിട്ട് വരും. എന്താണ് ആ രാജ്യത്തെ കണ്ടീഷൻ അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എത്തിക്കൽ ഇഷ്യൂസ് ആയിട്ട് പ്രധാനമായിട്ട് വരുന്നത്. ആദ്യം നോക്കേണ്ടത് വേൾഡ് ഇൻ്റർനാഷണൽ ബിസിനസ് ഫോളോ ചെയ്യുന്ന എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടാകുന്ന നോക്കാം. രണ്ടാമത് നോക്കുന്നത് ഹോം കൺട്രിയിലെ സ്റ്റാൻഡേർഡാണ് അവർ അപ്ലൈ ചെയ്യേണ്ടത്, ഹോസ്റ്റ് കൺട്രിയിൽ അവർ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് അപ്ലൈ ചെയ്യേണ്ടത് തീരുമാനിക്കാം. അപ്പോൾ അതാണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എന്താണ്, പലതും നമുക്ക് എത്തിക്കലി ആക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് അത് ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ പോലും മറ്റുള്ള രാജ്യങ്ങളിൽ എന്തായിരിക്കാം അത് ആക്സെപ്റ്റബിൾ നോംസ് ആയിട്ട് മാറാറുണ്ട്. എത്തിക്കൽ ഡയലമാസ് എന്താണെന്നാണ് പറയണത്. ലെറ്റ്സ് കൺസിഡർ ദ എത്തിക്കൽ ഡയലമാസ് ഫേസ്ഡ് ബൈ മാനേജേഴ്സ് ഇൻ ദ ഫോളോവിങ് ഏരിയാസ്. ഏതൊക്കെ മേഖലകളിലാണ് എത്തിക്കൽ ഡയലമാസ് വരുന്നത്, എത്തിക്കൽ ഇഷ്യൂസ് വരുന്നത് പറയണത്. ഫസ്റ്റ് പറയണത് എംപ്ലോയ്മെൻറ്റ് പ്രാക്ടീസസ് ആണ് കേട്ടോ. ദ എംപ്ലോയ്മെൻറ്റ് പോളിസീസ്, പ്രാക്ടീസസ്, വർക്ക് എൻവയോൺമെൻറ്റ് എക്സെട്ര മേ ബിക്കം എ സോഴ്സ് ഓഫ് എത്തിക്കൽ ഇഷ്യൂസ്. For instance, if the work conditions in subsidiary firm in a host country is inferior to the work conditions in the home country, what standards should be followed? Other ethical issues like employing child labor, minimum wages, etc. also arises here. എംപ്ലോയ്മെൻറ്റ് പോളിസീസും പ്രാക്ടീസസ് വർക്ക് എൻവയോൺമെൻ്റ് ആണ് പറയണത്. അത് എന്താണ് ഒരു എത്തിക്കൽ ഇഷ്യൂ ആവാം. എന്താണ് പറയണ കാര്യം, ഒരു സബ്സിഡിയറി കൺഫേമിൻ്റെ ഇതൊരു ഫേമിൻ്റെ സബ്സിഡിയറി ആയിട്ട് നമ്മൾ ഹോസ്റ്റ് കൺട്രിയിലാണ് ചെയ്യണത്. അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ് നോക്കുമ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ഹോം കൺട്രിയിൽ വെച്ചിട്ട് നോക്കുമ്പോൾ വർക്കിംഗ് കണ്ടീഷൻസ് ഇൻഫീരിയർ ആയിരിക്കാം. പക്ഷേ ഹോം കൺട്രിയിൽ എന്താണ് അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഏത് സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അതർ എത്തിക്കൽ ഇഷ്യൂസ്, മറ്റുള്ള എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ലേബർ, കുട്ടികൾക്ക് ജോലി കൊടുക്കണോ, മിനിമം വേജസ് എത്രയായിരിക്കണം, ഇതൊക്കെ അവിടെ ഉയർന്നു വരുന്ന ഒരു എത്തിക്കൽ ഇഷ്യൂസാണ്. അപ്പം നമ്മളുടെ രാജ്യത്തെ ഫോളോ ചെയ്യണോ അതോ നമ്മൾ എവിടെയാണ് മാനുഫാക്ചറിങ് സെൻറ്റർ സെറ്റ് ചെയ്താക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. രണ്ടാമത്തെ പറഞ്ഞത് ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസാണ് കേട്ടോ.
The human rights, its acceptance, practice, etc. may vary widely between developing and developed nations. എന്താണ് ഡെവലപ്ഡ് നേഷൻസിലും അവരുടെ ഹ്യൂമൻ റൈറ്റ്സിന് എന്താണ് വ്യത്യാസങ്ങളുണ്ട്. The rights which are in practice in developed nations may not be a basic right in many developing nations. എന്താണ് ഡെവലപ്ഡ് നേഷൻസ് ഫോളോ ചെയ്യുന്ന പല റൈറ്റ്സുകളും എവിടെയല്ല ഡെവലപ്പിംഗ് നേഷൻസിൽ ഒരു ബേസിക് റൈറ്റ് പോലും അല്ല എന്നാണ് പറയണത്. The ethical issue here is what should be the standard of MNC when basic human rights are violated. അപ്പോൾ എത്തിക്കൽ ഇഷ്യൂ വന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനി എന്തെങ്കിലും ഹ്യൂമൻ റൈറ്റ്സിൽ വയലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതാണ് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് ഉള്ളത് വയലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് വരും. Should the firm honor such rights of its employees in the host country where such rights are not considered a basic right? എന്താണ് എംപ്ലോയീസിന് നമ്മളുടെ എവിടെയാണ് ഫോറിൻ കൺട്രീസിലാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അമേരിക്കൻ കമ്പനി നമ്മളുടെ രാജ്യത്ത് വന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളുടെ റൈറ്റ് എംപ്ലോയീസിന് എന്താണ് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്, ലേബേഴ്സ് റൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ. ആ റൈറ്റ്സുകൾ വരുമ്പോൾ അത് കൺസിഡർ ചെയ്യണോ വേണ്ടോ എന്ന് ആ കമ്പനിക്ക് തീരുമാനിക്കാനൊരു കൺഫ്യൂഷൻ വരും. ഇപ്പോൾ ഹോം കൺട്രിയിലത്തെ ഇത് റൈറ്റ്സുകളൊന്നും എന്താവണമെന്നില്ല, ഹോസ്റ്റ് കൺട്രിയിൽ അത് ആവണം എന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂസ് വരാം. ഹ്യൂമൻ റൈറ്റ് ഏത് വേണം, ബേസിക് റൈറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഏതാണ്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തത് എൻവയോൺമെൻറ്റ് പൊല്യൂഷനാണ്. Ethical issues arise when environment regulations in host nations are inferior to those in the home nation. Should MNCs exploit such illiberal environmental rules prevailing in host nations? It is interesting to note that one of the major driving forces of many MNCs to move the developing nations is the existence of liberal environmental laws in such nations. മൂന്നാമത്തെ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ അല്ലേ. ഹോസ്റ്റ് നേഷൻസ് മിക്കവാറും എന്താണ് ഹോം നേഷനേക്കാൾ കൂടുതൽ എന്തിന് പരിഗണന കൊടുക്കുക, എൻവയോൺമെൻറ്റ് അധികം പരിഗണന കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മൾട്ടിനാഷണൽ കമ്പനികൾ ആ ലിബറൽ എൻവയോൺമെൻറ്റൽ റൂൾസ് എന്ത് ചെയ്യാൻ കൂടുതൽ ചൂഷണം ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രവണതയുണ്ട് മൾട്ടിനാഷണൽ കമ്പനികൾ എന്ത് ചെയ്യും, ആ ലിബറൽ എൻവയോൺമെൻറ്റ് റൂൾസ് എവിടെയാണുള്ളത് അവിടെയായിരിക്കും അവരുടെ മാനുഫാക്ചറിങ് സെൻറ്റർ കമ്പനികൾ എന്ത് ചെയ്യണത്, സെറ്റ് ചെയ്യണത്. എന്തുകൊണ്ടാണ്? എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഇല്ല. ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പോലെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസോ പൊല്യൂഷൻ പ്രോബ്ലംസിനോ എന്തില്ല പരിഗണന എന്തിനോടുള്ള ഫോറിൻ കൺട്രീസ് കൊടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ മൾട്ടിനാഷണൽ കമ്പനികൾ അത്തരത്തിലുള്ള ഡെവലപ്പിംഗ് നേഷൻസിലേക്കായിരിക്കും എന്ത് ചെയ്യണത് അവരുടെ പ്രവർത്തനം കൊണ്ടുപോകുന്നത്. കാരണം എന്താണ്, ലിബറൽ എൻവയോൺമെൻറ്റ് റൂൾസ് ആണുള്ളത്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനി സെറ്റ് ചെയ്യാനും അവർ പ്രവർത്തനം നടത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ഇഷ്യൂ ഉണ്ടാവും. ഇനി നാലാമത് കറപ്ഷനാണ് കേട്ടോ. കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതി. Corrupting government officials or paying bribes in the form of gifts are widely employed by MNCs in host countries to remove investment barriers and get clearances. എന്താണ് പറയണത്, ഗവൺമെൻറ് ഒഫീഷ്യൽസിന് ക്യാഷ് കൈക്കൂലി കൊടുക്കണത് അല്ലെങ്കിൽ എന്തെങ്കിലും വില കൂടിയ ഗിഫ്റ്റുകൾ കൊടുക്കും. ആരെങ്കിലും മൾട്ടിനാഷണൽ കമ്പനികൾ അത് ഓഫർ ചെയ്യണത് കൊണ്ടാണ് ഹോസ്റ്റ് കൺട്രിയിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാരിയേഴ്സ് ഇല്ലാതാക്കുന്നതിന്, അതുപോലെ വളരെ പെട്ടെന്ന് ക്ലിയറൻസ് കിട്ടുന്നതിന് വേണ്ടി അവർ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ കൈക്കൂലി കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ആൻ അക്സെപ്റ്റഡ് പ്രാക്ടീസ് ഗിവ് ഗിഫ്റ്റ്സ് ഓർ ഹൈ വാല്യൂസ് ആസ് എ പാർട്ട് ഓഫ് ബിസിനസ് നെഗോസിയേഷൻ. ചില രാജ്യങ്ങളിൽ എന്താണ് ഇത് ഒരു ബിസിനസ് നെഗോസിയേഷൻ ഒരു പാർട്ടായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കുന്നുള്ളൂ. പക്ഷേ പല രാജ്യത്തും എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കറപ്ഷനായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണ് കറപ്ഷനെ പറയണത്. എന്തെങ്കിലും പുതിയൊരു കമ്പനി തുടങ്ങുമ്പോൾ അതിന് ക്ലിയറൻസ് വേഗം കിട്ടുന്നതിന് വേണ്ടി യാതൊന്നും നോക്കാതെ കൺസെൻറ്റ് കണ്ണടച്ച് ഒപ്പിട്ട് കൊടുക്കുന്നതിന് വേണ്ടി നടത്തുന്നത്. ചില രാജ്യങ്ങൾ അതെന്താണ് ബിസിനസ് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ കൂടുതൽ മോസ്റ്റ് കൺട്രീസും എങ്ങനെയാണ് ചെയ്യണത്, അത് ഒരു എന്ത് കുറ്റമായ ക്രിമിനൽ ഒഫൻസ് ആയിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. അപ്പം മിക്ക രാജ്യങ്ങളിലും കറപ്ഷൻ പ്രൊഹിബിറ്റഡ് ആണ്. അഞ്ചാമത്തെ മോറൽ ഒബ്ലിഗേഷൻസ് ആണ് പറയണത്. MNCs operating in host countries use the economic, natural and social resources for its business and growth. Naturally, it has a moral obligation to contribute towards the growth of such country, which enable it to grow and prosper. This can be in the form of social responsibility, activities or investments. Sometimes MNCs may abuse their economic power in host country for private gain. എന്താണ് MNCs ഓപ്പറേറ്റ് ഹോസ്റ്റ് കൺട്രീസിൽ മിക്കവാറും സാമ്പത്തികമായിട്ടും
അതുപോലെ നാച്ചുറലായിട്ടുള്ള സോഷ്യൽ റിസോഴ്സുകളൊക്കെ അവരുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സാധാരണയായിട്ട് എന്താണ് പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും ആ രാജ്യത്തിന് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാവും. അവർ എന്ത് ചെയ്യും, കൂടുതൽ നല്ല രീതിയിൽ അതിൻ്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ മെച്ചപ്പെടുകയും ചെയ്യും. പിന്നെ അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസ്, സോഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ അത് മുന്നോട്ട് പോകും. ചില സമയങ്ങളിൽ മൾട്ടിനാഷണൽ കമ്പനികൾ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിൽ ഇക്കണോമിക് പവർ പ്രൈവറ്റ് ഗെയിൻ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും ഉപയോഗിക്കാറുണ്ട്. ഇത് ഹോസ്റ്റ് കൺട്രിയുടെ ഇക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഇടപെടും. അവരുടെ തീരുമാനങ്ങൾ കൂടി അടിച്ചേൽപ്പിക്കുന്നതിൽ അവർ ഇടപെടാറുണ്ട്. അതെന്താണ്, സ്വകാര്യമായ ലാഭങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് മോറൽ ഒബ്ലിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ 5 പോയിൻറ്റ്സാണ് എത്തിക്കൽ ഡലൈമസിലെ എത്തിക്കൽ ഇഷ്യൂസ് ആയിട്ട് പറഞ്ഞിട്ട്. എംപ്ലോയ്മെൻറ്റ് പ്രാക്ടീസസ്, ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ്, എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ, കറപ്ഷൻ, മോറൽ ഒബ്ലിഗേഷൻസ് കേട്ടോ. ഇത് മേജർ എത്തിക്കൽ ഡലൈമസ് 2 എണ്ണമാണ്. ആദ്യം 2 എണ്ണം പറഞ്ഞില്ലേ, അതന്നെ. അല്ലാണ്ടുള്ള ഇഷ്യൂസാണ് ഈ 5 പോയിൻറ്റ്സ് പറയുന്നത്. അടുത്തത് പറഞ്ഞ ഡിറ്റർമിനൻസ് ഓഫ് എത്തിക്കൽ ബിഹേവിയർ ആണ്. എത്തിക്കൽ ബിഹേവിയർ നമ്മൾ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, തീരുമാനിക്കുക എന്നാണ് പറയണത് കേട്ടോ. ഫ്രം ആൻ ഇൻ്റർനാഷണൽ ബിസിനസ് പെർസ്പെക്റ്റീവ് ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ് വാട്ട് ഈസ് എത്തിക്കൽ ഡിപ്പെൻഡ്സ് ഓൺ വൺസ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്. ദ ഡിറ്റർമിനൻ്റ് ഓഫ് എത്തിക്കൽ ഓർ അൺഎത്തിക്കൽ ബിഹേവിയർ ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജർ ആർ. എന്താണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ പേഴ്സ്പെക്റ്റീവ്, അതിൻ്റെ സ്വാധീനത്തിൽ ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ് അവർ പറഞ്ഞത് എന്താണ്, വാട്ട് ഈസ് എത്തിക്കൽ ഡിപ്പെൻഡ് ഓൺ വൺസ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏത് രാജ്യത്താണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള വിശ്വാസം സ്വാധീനം അനുസരിച്ചിട്ടാണോ നമ്മൾ തീരുമാനിക്കേണ്ടത് അല്ലയോ എന്നൊരു ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ പറയുന്ന പോയിൻറ്റ്സ് ആണ് ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജറെ സംബന്ധിച്ച് ഡിറ്റർമിനൻ്റ് ആയിട്ട് എത്തിക്കൽ ഡിറ്റർമിനൻ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ബിസിനസ് മാനേജറെ സംബന്ധിച്ചിടത്തോളം എന്താണ് എത്തിക്കൽ, എന്താണ് അൺഎത്തിക്കൽ ബിഹേവിയർ എന്ന് ഡിറ്റർമിൻ ചെയ്യണം. താഴെ പറയുന്ന രീതിയിലാണ് 5 പോയിൻറ്റ്സ് ആണ് പറയണത്. പേഴ്സണൽ എത്തിക്സ് ഉണ്ട്. ഒരു വ്യക്തിക്ക് അയാൾക്ക് ഒരു എത്തിക്സ് ഉണ്ടായിരിക്കും. എത്തിക്സിന് അയാളുടേതായിട്ടുള്ള രീതികൾ. രണ്ടാമത് സൊസൈറ്റൽ കൾച്ചറാണ് നോക്കണത്. മൂന്നാമത് ഓർഗനൈസേഷൻ കൾച്ചർ ആസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലീഡർഷിപ്പ്. ഓർഗനൈസ് കൾച്ചർ എങ്ങനെയാണ് അത് ചെയ്താൽ എസ്റ്റാബ്ലിഷ് ചെയ്യണത്, ലീഡർഷിപ്പ് അതിന് നയിക്കുന്നവരാരാണ് അതിനനുസരിച്ചിട്ട്. നാലാമത്തെ പറയുന്നത് എത്തിക്കൽ ഡയമെൻഷൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. നമ്മൾ തീരുമാനം എടുക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് നോക്കാം. ലാസ്റ്റ് പറയുന്നത് അൺറിയലിസ്റ്റിക് പെർഫോമൻസ് ഗോൾസ്. എന്താണ് നമ്മളുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ പെർഫോമൻസ് ഗോൾ എന്താണ്, അൺറിയലിസ്റ്റിക് ആണ്. അൺറിയലിസ്റ്റിക് പ്രാവർത്തികമാക്കാൻ പറ്റാത്തതാണ്. ഇതിനനുസരിച്ചിട്ടാണ് ഇത് തീരുമാനിക്കുന്നത് എത്തിക്കൽ ആയും അൺഎത്തിക്കൽ ബിഹേവിയർ എങ്ങനെയാണെന്ന് ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജർ തീരുമാനിക്കുന്നത്. ഇനി അടുത്ത് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്താണെന്നാണ് പറയുന്നത്. ഹൗ ഡു മാനേജർ ഡിസൈഡ് അപ്പോൺ ആൻ എത്തിക്കൽ കോഴ്സ് ഓഫ് ആക്ഷൻ വെൻ കൺഫ്രണ്ടഡ് വിത്ത് ഡിസിഷൻസ് പെർട്ടൈനിങ് ടു വർക്കിംഗ് കണ്ടീഷൻസ്, ഹ്യൂമൻ റൈറ്റ്സ്, കറപ്ഷൻ, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എക്സെട്ര. അതായത് എങ്ങനെയാണ് എത്തിക്കൽ കോഴ്സ് ഓഫ് ആക്ഷൻ അവർക്ക് കൺഫ്രണ്ടഡ് മുന്നോട്ട് പോകേണ്ടത്, അതിനനുസരിച്ചിട്ട് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടത്. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, വർക്കിംഗ് കണ്ടീഷൻ നോക്കണം, ഹ്യൂമൻ റൈറ്റ്സ് നോക്കണം, കറപ്ഷൻ ഉണ്ടാകുന്ന നോക്കണം, എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ. ഇതൊക്കെയാണ് എന്തിന് തീരുമാനം എടുക്കുന്നത്, എത്തിക്കൽ ഡിസിഷൻസ് വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ സഹായിക്കുന്നത്. അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. The best way to make sure that ethical considerations figure into international business decisions is to focus on the following. അപ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് പറയണത്. താഴെ ഒരു 5 പോയിൻറ്റ്സ് പറഞ്ഞത് അത് നോക്കിയിട്ടാണ് ഇവർ തീരുമാനങ്ങൾ എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പറയണത് ഹയർ ആൻഡ് പ്രൊമോട്ട് പീപ്പിൾ വിത്ത് എ വെൽ ഗ്രൗണ്ടഡ് സെൻസ് ഓഫ് പേഴ്സണൽ എത്തിക്സ്. നമ്മൾ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നതും ഹയർ മറ്റൊന്നും വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഹയർ ചെയ്യുകയാണെങ്കിൽ അവിടെ നോക്കേണ്ടത് പേഴ്സണൽ എത്തിക്സ്, അതാണ് സെൻസ് ഓഫ് പേഴ്സണൽ എത്തിക്സ് അനുസരിച്ചിട്ടായിരിക്കണം. രണ്ടാമത്തെ പറയണത് ഡെവലപ്പ് ആൻ ഓർഗനൈസേഷണൽ കൾച്ചർ ദാറ്റ് പ്ലേസസ് എ ഹൈ വാല്യൂ ഓൺ എത്തിക്കൽ ബിഹേവിയർ. ഇതിന് ഓർഗനൈസ് കൾച്ചർ വേണം, അതിനേക്കാൾ കൂടുതൽ എത്തിക്കൽ ബിഹേവിയറിനാണ് ഹൈ വാല്യൂ കൊടുക്കേണ്ടത്. ഓർഗനൈസ് കൾച്ചർ ദാറ്റ് പ്ലേസസ് എ ഹൈ വാല്യൂ ഓൺ എത്തിക്കൽ ബിഹേവിയർ. അത്തരത്തിൽ എന്തിനാ ഓർഗനൈസ് കൾച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കണം. മൂന്നാമത്തെ പറയണത് എൻഷുർ ദാറ്റ് ദ ലീഡേഴ്സ് വിത്തിൻ ദ ബിസിനസ് നോട്ട് ഓൺലി ആർട്ടിക്കുലേറ്റ് ദ
rhetoric of ethical behavior, but also act in a manner that is consistent with that rhetoric. പിന്നെ ലീഡേഴ്സ്, ആ ബിസിനസ്സിനകത്തുള്ള ലീഡേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യരുത്, ആർട്ടിക്കുലേറ്റ് ദ റീറ്റോറിക് ഓഫ് എത്തിക്കൽ ബിഹേവിയർ, എത്തിക്കൽ ബിഹേവിയറിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നവരാവരുത്. ബട്ട് ഓൾസോ ആക്ട് ഇൻ എ മാനർ ദാറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ റിയോട്രിക്. അതേസമയം തന്നെ ചില കാര്യങ്ങൾ അവരെന്ത് ചെയ്യണം, കോൺസ്റ്റൻ്റായി തീരുമാനം എടുക്കുകയും ചെയ്യണം. അങ്ങനെ ഫ്ലെക്സിബിളും ആയിരിക്കണം, റിജിഡും ആയിരിക്കണം എന്നാണ് പറയണത്. തീരുമാനങ്ങളിൽ അവർ മാറ്റങ്ങൾ വരുത്താനും കഴിയണം, പക്ഷെ ചില കാര്യങ്ങളിൽ അവർക്ക് ഉറച്ചു നിൽക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. 4ാമത്തെ പോയിന്റ് പറയണത് ഇൻകോർപ്പറേറ്റിംഗ് എത്തിക്കൽ ഡയമെൻഷൻസ് ഇൻ ടു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എടുക്കുമ്പോഴേ എത്തിക്കൽ ഡയമെൻഷൻസും കൂടി എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അവർ ഫോളോ ചെയ്യുന്ന റൂൾസ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ. ലാസ്റ്റ് പറയുന്നത് എന്താണ്, ഡെവലപ്പ് മോറൽ കറേജ് ടു ടേക്ക് എത്തിക്കൽ ഡിസിഷൻസ്. എത്തിക്കൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ കൂടുതൽ മോറൽ കറേജ് ഉണ്ടായിരിക്കണം. എന്താണ് അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു ധൈര്യം കൂടി ഉണ്ടായിരിക്കണം. അത്തരത്തിലൊരു മോറൽ അങ്ങനെ പ്രവർത്തിക്കണം. നമ്മൾ എന്താണ് തീരുമാനിച്ചത് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് കൂടി ഡെവലപ്പ് ചെയ്യണം. ഈ 5 കാര്യങ്ങളാണ് എന്തായിട്ട് പറയണത്, എത്തിക്കൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ബെസ്റ്റ് വേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്, ഇത്രയുമാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്.